ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോപാൽജിയുടെ വരവോടുകൂടി ഇനി ഗിരിയും ഗോപാൽജിയും തമ്മിൽ തെറ്റാൻ പോവുകയാണ്. ഗോപാൽജിയുടെ യഥാർത്ഥ മുഖം ഇനി ഗിരി കാണാൻ പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും ശാലിനിയെ പുറത്തിറക്കി കൊണ്ടുവന്ന ഗോപാൽജി ശാലിനിയോട് ചോദിക്കുകയാണ്, മോളെ എൻ്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയാണ്, അതൊന്ന് കാണേണ്ടതായിരുന്നു ഡാഡി, ഇവരാരും കണ്ടില്ലല്ലോ എന്നുള്ളതോർത്ത് എനിക്ക് വിഷമം വരുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാൽജി പറയണ, അതിനെന്താ, ഇവർക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ എന്നും പറഞ്ഞ് ശാലിനിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ശാലിനി അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ചാച്ചുവും സഞ്ജയും ഒക്കെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ ഡാഡി അടിച്ചത്? ആ ദരിദ്രവാസി പെൺകുട്ടിയെ കൊന്നതിനാണോ? അതിന് ഞാൻ മനഃപൂർവ്വം കാറിടിച്ച് കൊന്നതൊന്നുമല്ല, അബദ്ധവശാൽ സംഭവിച്ചതാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാൽജി പറയണ്, അതിന് എനിക്കതൊന്നും ഒരു പ്രശ്നവുമില്ല. ദരിദ്രവാസി പെൺകുട്ടി മരിച്ചു എന്ന് കരുതി എനിക്കതൊന്നും ഒരു വിഷയവുമില്ല. ഈ ലോകത്ത് ആയിരക്കണക്കിന് പണക്കാരൻ്റെ കാറ് ഇതുപോലെ പാവപ്പെട്ടവൻ്റെ ശരീരത്തിൽ കയറി ഇറങ്ങുന്നുണ്ട്. അതൊന്നും ഒരു വിഷയവുമല്ല. അതൊന്നും ഒരു കേസാവാനും പോകുന്നില്ല. നിന്നെ ഈ കേസിൽ നിന്നും ഞാൻ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരും. നിനക്കെതിരെ ഒരു തെളിവുമില്ല. അത് ഏത് CBI വന്ന് കണ്ടുപിടിച്ചാലും അവർക്കത് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും ടെൻഷനില്ല. പക്ഷേ ഞാനിപ്പോൾ നിന്നെ അടിച്ചത് എന്തിനാന്ന് വെച്ചാൽ, ഈ വീട്ടിലെ വേലക്കാരനായ ഗിരിയോട് ഇപ്പോഴും നിനക്ക് മറക്കാനാവാത്ത അടുപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തുണ്ടാക്കിയത്. അതെല്ലാം നിങ്ങൾക്കാണ് ഇനി കിട്ടാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയത് എന്ന് നിനക്ക് അറിയാമോ? നിന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഒരു അച്ഛനായി സ്നേഹിക്കുകയുമില്ല. അത്രയ്ക്ക് മോശമായ അവസ്ഥയിലൂടെയാണ് ഞാൻ പലതും ചെയ്ത് ഈ നിലയിൽ എത്തിയത് തന്നെ. നിന്നെ അതൊന്നും അറിയിക്കാതെയാണ് ഇതുവരെയും വളർത്തി വലുതാക്കി വന്നത്. ഞാനൊരു ചായ വിറ്റ് നടക്കുന്ന, ഒരു സൈക്കിളിൽ ചായ വിറ്റ് നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ നിന്നും ഈ നിലയിൽ ഗോപാൽജിയായി എത്തണമെങ്കിൽ ഞാൻ എന്തെല്ലാം വഴിയിലൂടെ പോയിട്ടുണ്ടാകുമെന്ന് നിന്നോട് എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ന നിലയിൽ നീ എന്നെ സ്നേഹിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ മര്യാദയ്ക്ക് ഇനി ജീവിച്ചോളണം. ഇതുവരെ ഇല്ലാതെ വളർന്ന കുഞ്ഞാണല്ലോ എന്ന് കരുതി ഞാൻ നിന്നെ കുറച്ചധികം ലാളിച്ചു. അതിൻ്റെ ഒരു ദോഷം നീ കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. മക്കളാണെന്നും ഞാൻ നോക്കില്ല. ഇനി മുതൽ ഞാൻ പറയുന്നത് പോലെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും ഞാൻ തരില്ല. അത് നിങ്ങൾ രണ്ടുപേരും ഓർത്തു വെച്ചോ. ഈ നാട്ടുകാർക്ക് പോലും ഞാൻ കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ എന്നോടുള്ള പേടിയും ഭയവും ഒക്കെ മാറിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വീണ്ടെടുക്കണം. അത് മക്കൾക്കും അങ്ങനെ തന്നെയാണ്. എങ്കിൽ ആ ഒരു ചിന്ത നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞേക്ക്. ഇനി മുതൽ എന്നെ നിങ്ങൾ സ്നേഹിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നോട് ഭയവും പേടിയും ഒക്കെ ഉണ്ടാവണം. അത് എനിക്ക് നിർബന്ധം തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മക്കളാണെന്നുള്ള പരിഗണന പോലും നിങ്ങൾക്ക് തരില്ല എന്ന് പറയട്ടോ. അങ്ങനെ ശാലിനിയോട് പറയണേ, കുട്ടിക്കാലം മുതൽ നീ ഗിരിയെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ ഒരു ചിന്ത നിനക്കത് തെറ്റ് തന്നെയായിരുന്നു. നിനക്ക് ഇതിനേക്കാളും നല്ല പയ്യന്മാരെ കിട്ടില്ലേ? നമ്മുടെ സ്റ്റാൻഡേർഡിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള പയ്യന്മാരെ കിട്ടും. അവരെ കണ്ടെത്തി നിന്റെ ജീവിത പങ്കാളിയാക്കാൻ നോക്ക്. നമ്മുടെ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ആളെയാവണം എന്ന് മാത്രം. അല്ലാതെ ഗിരിയും അവൻ്റെ അച്ഛനും ഏതു കാലത്തും നമ്മുടെ വേലക്കാർ മാത്രമാണ്. അങ്ങനെ ഇല്ലാതാവാനാണ് അവരുടെ വിധി. അങ്ങനത്തെ ഒരാളെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്കെന്താ നാണമില്ലേ? മഞ്ജുവുമായിട്ടുള്ള കല്യാണം നടന്നതോടുകൂടി ഇനിയെങ്കിലും ഗിരിയുടെ പുറകെയുള്ള നിന്റെ നടത്തം അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ പിന്നെയും എൻ്റെ പുറകെയാണ് നീ പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. ദൈവമായിട്ടാണ് ഗിരിയെയും മഞ്ജുവിനെയും ഒന്നിപ്പിച്ചത് തന്നെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിരാവാതെ ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ് സമ്മതം മൂളിയത്. പക്ഷേ അവിടെ നടന്നത് അന്ന് ഗിരിയും മഞ്ജുവും തമ്മിലുള്ള വിവാഹമാണ്. അതോടുകൂടി നീ ഗിരിയോടുള്ള പ്രേമം അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നീ അത് ചെയ്തില്ല. ഇനി ഇത് ആവർത്തിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പിന്നെ ഈ ഡാഡിയുടെ മറ്റൊരു മുഖം തന്നെയാണ് നീ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സഞ്ജയെയും ശാലിനിയും ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് കേട്ടോ ഗോപാൽജി പോകുന്നത്. അങ്ങനെ അച്ഛൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഡാഡിയുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു വരവും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ശാലിനിയും സഞ്ജയൊക്കെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് മഞ്ജു മുകുന്ദനെ വിളിച്ച് കാര്യം പറയുകയാണ്. ശാലിനിയെ സ്റ്റേഷനിൽ നിന്നും വെറുതെ വിട്ടയക്കേണ്ടി വന്നു. ഗോപാൽജി ഒരു ഡ്രൈവറുമായിട്ടാണ് വന്നത്. അയാൾ കുറ്റം ഏറ്റെടുത്തു. അതോടുകൂടി
കൂടി ആ നിത്യയുടെ അച്ഛൻ്റെയും അമ്മയ്ക്കും കൊടുത്ത വാക്ക് പോലും എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. ഏത് അറ്റം വരെ പോയാലും ഞാൻ ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് മഞ്ജു മുകുന്ദനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം ഗൗരിയമ്മ വന്ന് ചോദിക്കുകയാണ് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ കാര്യം പറയുകയാണ്. ഗോപാൽജിയുടെ വരവോട് കൂടി ശാലിനി രക്ഷപ്പെട്ടു. പക്ഷേ അവൾക്ക് അതിൻ്റെ നിരാശയുണ്ട്. പക്ഷേ അത് തോറ്റു കൊടുക്കാനൊന്നും മഞ്ജു തയ്യാറല്ല. ഒന്നല്ലെങ്കിലും മാധവൻ സാറിൻ്റെ മോളല്ലേ, ആ ഗുണം എന്തായാലും കാണിക്കാതിരിക്കില്ല എന്ന് പറയാം. ഗൗരിയമ്മ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ശാലിനിക്കും സഞ്ജയ്ക്കും എതിരെ നീ കൊടുത്ത കേസ് അറിഞ്ഞ് ഗോപാൽജി ഇവിടേക്ക് വരുമോ എന്ന് ചോദിക്കുക. ആ ഒരു നാവ് എടുത്തപ്പോഴത്തേക്കും അവിടേക്ക് ഗോപാൽജി വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതോടുകൂടി ഗൗരിയമ്മ പറയും പണ്ടാരക്കാലിൻ്റെ വയറ് പറഞ്ഞതോടുകൂടി ഇവിടേക്ക് എത്തിയല്ലോ എന്ന് പറഞ്ഞ് ഗൗരിയമ്മയും മുകുന്ദനും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഗോപാലവനായി അഭിനയിച്ച് മുകുന്ദൻ്റെയും ഗൗരിയമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് മുകുന്ദനോട് ചോദിക്കുകയാണ് എന്താ മുകുന്ദ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ അർത്ഥം വെച്ച് പറയുകയാണ് ഇതുവരെ സുഖമായിരുന്നു, ഇനി എങ്ങനെയാവുമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയട്ടെ. എന്താ ഗൗരിയമ്മേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയാണ് അതിൻ്റെ സുഖം എനിക്കുണ്ടായിരുന്നു എന്നങ്ങ് പറയുമ്പോൾ ഗോപാൽജിയുടെ മുഖം അങ്ങ് നാണക്കേട് പോലെ ആവുക കേട്ടോ. അപ്പോൾ മുകുന്ദൻ പറയും എന്താ അമ്മേ വീട്ടിലേക്ക് വരുന്ന ആളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗരിയമ്മ പറയണേ ഞാൻ എന്തായാലും ചായ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് ഗോപാൽജി പറയാണ് നീ എൻ്റെ കമ്പനിയിലേക്ക് വന്നിരുന്നു അല്ലേ, അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് നാളെ തന്നെ നീ അവിടേക്ക് വരണം. എന്നിട്ട് ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വക്കീലായിട്ട് നീ തന്നെ വേണം. അതിനുള്ള പോസ്റ്റിലേക്ക് നിന്നെ ഞാൻ നിയമിച്ചു. അതിനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ നീ വാങ്ങാൻ വേണ്ടി നാളെ അവിടേക്ക് വരണം എന്നങ്ങ് പറയട്ടോ. അതോടുകൂടി മുകുന്ദൻ അങ്ങ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഒരു ജോലി എനിക്ക് തരുന്നത് കൊണ്ട് ഞാൻ ശാലിനിയുടെ പേരിൽ കൊടുത്ത ആ കേസ് പിൻവലിക്കണമായിരിക്കും അല്ലേ എന്നങ്ങ് പറയട്ടോ. അതോടുകൂടി ഗോപാൽജിയുടെ മുഖമങ്ങ് മാറുകയാണ്. എന്നിട്ട് ഗോപാൽജി പറയണേ എനിക്ക് ഇങ്ങനെ മാത്രമല്ല സംസാരിക്കാൻ അറിയാം, എനിക്ക് ആജ്ഞാപിക്കാനും അത് അനുസരിപ്പിക്കാനും അറിയാമെന്ന് പറഞ്ഞ് മുകുന്ദൻ്റെ നേരെ തോക്കങ്ങ് ചൂണ്ടുകയാണ് കേട്ടോ. എന്നിട്ട് ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നെ എന്ത് ചെയ്താലും ഒരു നിയമവും എന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല, കോടതിയും എനിക്ക് എതിരെ ഒരു വിധിയും വരാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ മുകുന്ദൻ പറയാണ് കോടതിയൊന്നും നിങ്ങളെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും എൻ്റെ ഗിരി അറിഞ്ഞാൽ ഗിരി നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി ഗോപാൽജിയുടെ കൈ വിറക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുകുന്ദൻ ഗോപാൽജിയുടെ കൈ പിടിച്ച് പറയുകയാണ് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ നെറ്റിയിലേക്ക് അങ്ങ് ഷൂട്ട് ചെയ്യും, ഗിരിയെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നങ്ങ് പറയട്ടെ. അതോടുകൂടി ഗോപാൽജിക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ്. അങ്ങനെ ഗോപാൽജി നാണം കേട്ട് പെട്ടെന്ന് തന്നെ കാറിൽ കയറി പോവുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഗൗരിയമ്മ ചായയുമായിട്ട് വരുന്നത്. അപ്പോൾ ഗൗരിയമ്മ പറയാണ് അവർ പോയോ, വെറുതെ ചായ വേസ്റ്റായി എന്ന് പറയുമ്പോൾ ചായ വേസ്റ്റ് ആയിട്ടൊന്നുമില്ല, ഞാൻ കുടിച്ചോളാം, ഇങ്ങ് തന്നേക്ക് അമ്മേ എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഗൗരിയമ്മ പറയും വെക്കടാ ഇതിലേക്ക്, ഇത് നിനക്ക് കുടിക്കാനുള്ളതല്ല, ഞാൻ നിനക്ക് വേറെ ഉണ്ടാക്കി തരാം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്, ഞാനിത് കുടിച്ചോളാം എന്ന് പറയുമ്പോൾ ഇതിൽ ഞാനേ വിമ്മ് കലക്കിയിട്ടുണ്ട്. കേട്ടപ്പോൾ മുകുന്ദൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഗൗരിയമ്മ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോൾ മുകുന്ദനും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗൗരിയമ്മയുടെ തോളിലൂടെ കൈയിട്ട് പറയുകയാണ് വാ അമ്മ അകത്തേക്ക്, വക്കീലിൻ്റെ അമ്മയാണെന്നുള്ളത് അമ്മ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞ് തമാശയോട് കൂടി അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് ഗിരി പുറത്തേക്ക് പോകാൻ വേണ്ടി ബൈക്കിൽ കയറുന്ന ആ സമയത്താണ് അവിടേക്ക് ഗോപാൽജി കാറിൽ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഗോപാൽജിയെ കാണുന്ന സമയത്ത് ഗിരി അതിശയത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗോപാൽജി പറയുകയാണ് ഗിരി നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗിരി പറയാണ് ഗോപാൽജിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ഗോപാൽജി പറയണേ എൻ്റെ മക്കളെ രണ്ടുപേരെയും നീ കൈയൊഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ മക്കളെ വേണ്ട എന്ന് വെക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് ഗോപാൽജി പറഞ്ഞതോടുകൂടി ഗിരി പറയുകയാണ് അത് ഗോപാൽജി പറഞ്ഞത് ശരി തന്നെയാണ്, എനിക്കും എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത്, അത് ആര് തന്നെ എതിർത്താലും ഞാൻ അവരെ കൂടെ തന്നെയാണ് ഉണ്ടാവുക എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗിരിയുടെ ആ സ്വരമൊന്ന് മാറിയതോടുകൂടി ഗോപാൽജി പറയാണ് അപ്പോൾ നീ എന്നെ എതിർക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെയും നിന്നിട്ടുള്ളത് ന്യായത്തിൻ്റെ ഭാഗത്താണ്, ഇതുവരെ ഗോപാൽജിയുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു, ഇനിയും ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് നിൽക്കുകയുള്ളൂ എന്ന് ഗിരി വെല്ലുവിളിച്ച പോലെ തന്നെയാണ് കേട്ടോ ഗോപാൽജിയോട് പറയുന്നത്. അങ്ങനെ ഗോപാൽജി പോവാൻ നിൽക്കുന്ന സമയത്ത് ഗിരി പറയാണ് അകത്തേക്ക് കയറാം എന്ന് പറയുമ്പോൾ ഞാൻ ഭാനു അമ്മയും സ്വപ്നയും കണ്ടിട്ട് കുറേ കാലം
കാലമായി എന്ന് പറഞ്ഞ് ഗോപാൽജി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് അവർ 3 പേരും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ഭാനുഅമ്മയുടെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗിരിക്ക് പെട്ടെന്നൊരു കോള് വരികയാണ്. അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം ഭാനുഅമ്മ ഗോപാൽജിക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന തനിച്ചാവുന്ന സമയത്ത് പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എല്ലാത്തിലും തോറ്റിരിക്കുകയല്ലേ, അപ്പോൾ അത് വീണ്ടും എഴുതാനുള്ള ശ്രമമാവുമ്പോൾ നിനക്ക് എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും എന്ന് പറയട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഗോപാൽജി അറിഞ്ഞിട്ടുണ്ട് എന്ന് സ്വപ്നയ്ക്ക് മനസ്സിലാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഏതെങ്കിലും കാശുകാരൻ പയ്യനെ കല്യാണം കഴിച്ച് വീട്ടമ്മയായി ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം? എങ്കിൽ അത് എൻ്റെ മകൻ്റെ അടുത്ത് ചെലവാവില്ല. നീ ഇനി മേലിൽ സഞ്ജയുടെ പുറകെ നടക്കാനും പാടില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞ് ഭീഷണിയോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും ഭാനുഅമ്മ ജ്യൂസുമായിട്ട് വരികയാണ്. അപ്പോൾ ഗോപാൽജിയും സ്വപ്നയും കൂടി സംസാരിക്കുന്നത് ഭാനുഅമ്മ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നത്, സഞ്ജയുടെ പുറകെ നടക്കുന്നത് നിനക്ക് ഇനി നിർത്തിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നെ ഞാൻ ഒഴിവാക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഒരു ഭീഷണി സ്വരം മുഴക്കുന്ന സമയത്ത് സ്വപ്ന പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ്. അങ്ങനെ സ്വപ്ന പറയുകയാണ്, ഞാനും സഞ്ജയും അതിന് ഒരു നല്ല ഫ്രണ്ട്സുകളായിട്ടുള്ള അടുപ്പമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പേടിയോട് കൂടി സ്വപ്ന പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്ന് എന്ന് താക്കീത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഭാനുഅമ്മ ജ്യൂസുമായിട്ട് വരികയാണ്. എന്നിട്ട് ഗോപാൽജിക്ക് ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിരിയും താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ജ്യൂസ് കുടിച്ച ശേഷം എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, എന്താ പെട്ടെന്ന് പോകുന്നു, കുറച്ച് നേരം കൂടി ഇരിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗോപാൽജി പോവുകയാണ്. അങ്ങനെ ഗിരിയും അകത്തേക്ക് പോവുകയാണ്. മഞ്ജുവിനോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഗോപാൽജി പോകുന്നത്. അങ്ങനെ സ്വപ്നയും ഭാനുഅമ്മയും തനിച്ചാകുന്ന സമയത്ത് ഭാനുഅമ്മ പറയണേ, എന്തായി സഞ്ജയുമായിട്ടുള്ള പ്രണയം ഇതോടുകൂടി അവസാനിപ്പിച്ചേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ അമ്മ ഒളിഞ്ഞു നിന്ന് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം ഒന്നും കേട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടത്. നീ ഗോപാൽജിയോട് സഞ്ജയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണെന്നൊക്കെ പറഞ്ഞില്ലേ, അത് മുതലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എങ്കിൽ ഇനി മുതലെങ്കിലും സഞ്ജയുടെ പുറകെ നീ നടക്കുന്നത് അവസാനിപ്പിച്ചേക്ക്, അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് വല്ലതും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഭാനുഅമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന ആകെ പതറിക്കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കില്ലല്ലോ എന്നുള്ള അവസ്ഥയോടുകൂടി നിരാശയോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ ഗോപാൽജി കാറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഗിരിയുടെ വീട് മൊത്തത്തിൽ അങ്ങ് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരിയുടെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തു വരികയാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഗോപാൽജി, എൻ്റെ മകനുണ്ട്, എൻ്റെ മകൻ ഇതിനൊക്കെ കണക്ക് ചോദിച്ചിരിക്കും എന്ന് പറയുന്ന ആ വാക്കുകൾ ഗോപാൽജിയുടെ മനസ്സിലേക്കാണ്. ഗിരിയെ സൂക്ഷിക്കണം, സ്വന്തം അച്ഛനെ കൊന്നത് ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജീവനോടെ വെക്കില്ല, അതിൻ്റെ മുന്നേ ഗിരിയെ ഇല്ലാതാക്കണം എന്നാണ് കേട്ടോ ഗോപാൽജി മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക. അടുത്ത എപ്പിസോഡിൽ ഗോപാൽജി മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും ഗിരിയെ കൊല്ലണം എന്നുള്ളത്. അതിനുവേണ്ടി ഭീമനെ ഏർപ്പാടാക്കണം എന്നൊക്കെ ഗോപാൽജിയും സഞ്ജയും കൂടി തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗിരിയും ഗോപാൽജിയും കൂടി വരുന്ന സമയത്ത്, കാറിൽ വരുന്ന സമയത്ത് ഭീമനൊന്നും അറിയാത്തതുപോലെ വരികയാണ്. എന്നിട്ട് ഗിരിയുമായിട്ട് തല്ലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സഞ്ജയും ഗോപാൽജിയും കൂടി ഏർപ്പാടാക്കിയതായിരിക്കും. എന്നിട്ട് ഗിരിയെ കൊല്ലാൻ വേണ്ടി ഗോപാൽജി പ്ലാൻ ചെയ്തതായിരിക്കും. അങ്ങനെ ഗിരിയെ കത്തിയെടുത്ത് ഭീമൻ കുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ആ കുത്ത് കിട്ടുന്നത് ഗോപാൽജിയുടെ വയറ്റിലേക്കാണ് കേട്ടോ. അങ്ങനെ ഗോപാൽജിക്ക് കുത്ത് കിട്ടിയതോടുകൂടി ഭീമൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഗിരിയാണ് വീണ്ടും ഗോപാൽജിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്നത്. ഗിരിക്ക് വെച്ച കെണിയിൽ ഗോപാൽജി തന്നെ വീഴാൻ പോകുന്നത്. അങ്ങനെ മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും ഇനി നഷ്ടപ്പെടും കേട്ടോ. അതും ഗോപാൽജി കാരണം തന്നെയാണ്. ശാലിനിയെ എല്ലാ തെളിവോട് കൂടിയിട്ടും മഞ്ജു അറസ്റ്റ് ചെയ്യുകയും ശാലിനിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ പകയോടുകൂടി ഭാനുഅമ്മയുടെ വീട്ടിലേക്ക് ഗോപാൽജി വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനെ അടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ മഞ്ജുവിനെ ഒരു തള്ളു വെച്ച് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന കസാരയിൽ വയറിടിച്ച് മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഗോപാൽജി മഞ്ജുവിൻ്റെ വയറ്റിലേക്ക് ചവിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് മഞ്ജുവിനെ രക്ഷപ്പെടുത്തുന്നത് മഞ്ജുവിൻ്റെ ദേഹത്തേക്ക് കമിഴ്ന്ന് കിടന്ന് ഗിരിയാണ് കേട്ടോ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഗിരിയുടെ പുറത്തേക്കാണ് ഗോപാൽജിയുടെ ആ ഒരു ചവിട്ട് കിട്ടുന്നത്. അതോടുകൂടി ഇനി ഗോപാൽജിയും ഗിരിയെ ശത്രുക്കളാവുകയാണ്. അങ്ങനെ ഗിരിയുടെ അച്ഛനെ കൊന്നത് ഗോപാൽജി ആണെന്നുള്ളതൊക്കെ ഗിരി ഇനി കണ്ടെത്തുകയും ആ രഹസ്യം കണ്ടെത്തുന്നതോടുകൂടി ഗോപാൽജിയുടെ കാര്യത്തിനൊരു തീരുമാനമാവുകയും ചെയ്യും. മഞ്ജുവിൻ്റെയും ഗിരിയുടെയും അച്ഛനെ കൊന്നത് ഗോപാൽജി ആണെന്നുള്ള സത്യം
അറിയുകയും പിന്നീട് ഗിരിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയും മഞ്ജുവിന്റെ ബുദ്ധിപരമായ നീക്കത്തോടു കൂടി ഗോപാൽജിയെ ജയിലഴിക്കുള്ളിലാക്കുകയും ചെയ്യും. പിന്നീട് മഞ്ജുവും ഗിരിയും കുടുംബവും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും.